അറിഞ്ഞാ ലാസർ വെള്ളം മുങ്ങി ബോട്ടുകാരി വന്ന് എല്ലാവരും രക്ഷപ്പെടുത്തി. പക്ഷേ നമ്മുടെ ശങ്കരേട്ടന് മാത്രം കിട്ടിയില്ല. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, എന്റെ പഴയ കാര്യം എനക്ക് ഒരു കുറവില്ലച്ചോ. ഞാൻ തന്ന കഷായം കുടിച്ച് തീർത്താ. അയ്യോ, അത് തീർന്നിട്ട് 2 ദിവസമായി. ഇപ്പൊ എനിക്ക് തീരെ നടക്കാൻ പറ്റണില്ല അച്ചോ. പൊതിമടൽ ചൂടാക്കി അതുമ്മ ചവിട്ടി പിടിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തച്ചോ. പത്യക്കേട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. ഇല്ലച്ചോ. എന്നിട്ടും കാലുവേദന മാറിയില്ല അല്ലേ? ഇല്ല, ഒരടി എനിക്ക് നടക്കാൻ പറ്റണില്ല. അപ്പൊ നടക്കാനാണ് ചേട്ടത്തിക്ക് ബുദ്ധിമുട്ട്. എന്റെ കൂടെ ഇങ്ങനെ ഓടാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ നടക്കണ്ട, ഓടിയാ മതി. അസുഖം മാറിയാലും ചിലർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാ. ചികിത്സ ഫ്രീ ആയതുകൊണ്ടായിരിക്കാം. മുരുക, അയ്യപ്പസ്വാമി, എൻ്റെ ഭാര്യയ്ക്ക് മകനും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. എണീക്കണ്ട, പഠിച്ചോ. നന്നായി പഠിക്കണ്ടോ നീ? പഠിക്കണം. മോഹനോ TTCക്ക് ചേരാൻ പറ്റില്ല. നിന്നെയെങ്കിലും ടീച്ചർ ആക്കണമെന്നാ അവന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ അവൻ പ്രായക്കൊല്ലുന്ന എന്നെയായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവന്റെ ഭാവി തൊലച്ചോ ഞാനാണെന്നാണ് പറയണത്. അതല്ലെങ്കിലും ശരിയല്ലേ? TTC പാസ്സായി കടപ്പുറത്തുള്ള സ്കൂളിൽ മാഷായി വരേണ്ട ചെറുക്കനാ. അവൻ പഠിപ്പ് നിർത്തി കടലിൽ പോകാൻ തുടങ്ങിയത് നിങ്ങൾ കാരണമല്ലേ? തുണി നിന്റെ വർത്താനം കേട്ടാ വള്ളപ്പടിയിൽ വീണ് കിടപ്പില്ലാതെ ഏതാണ്ട് മനഃപൂർവ്വമാണെന്ന് തോന്നൂല. ഓ പിന്നെ, പണ്ടങ്ങാണ്ടോ വള്ളപ്പടിയിൽ വീണുന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവനും മനുഷ്യന്മാര് പണിക്ക് പോകാണ്ടിരിക്കല്ലേ? ആ ചെറുക്കനും ഞാനും പണിയെടുക്കണത് കൊണ്ട് മൂത്ത ഒരെണ്ണത്തിനെ കെട്ടിച്ചു വിടാൻ പറ്റിയച്ചോ. അല്ലെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ നിന്നേനെ. ഉണിക്കണ്ടൻ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, പണിക്ക് പോയാൽ എന്താ? എന്റെ അച്ചോ, ഞാൻ നടക്കണേ എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഇന്ന് രാവിലെ കൂടി നടുവിനൊരു പിടുത്തം. അതിന്നലെ എന്റെ കൂടെ മീമിക്കാൻ വരാൻ പറഞ്ഞപ്പോ തുടങ്ങിയ പിടുത്തമാണച്ചോ. ഓരോ ദിവസം ഇങ്ങേർക്ക് ഓരോ പിടുത്തവാ. നടുവിന് പിടുത്തം, കാലിന് പിടുത്തം, മീൻ പിടുത്തം മാത്രമില്ല. എന്താ കണ്ട ഇത്? കണ്ടനൊരു കാര്യം ചെയ്യും, വലിയ അധ്വാനമുള്ള പണിക്കൊന്നും പോണ്ട. പണി എടുക്കണമെങ്കിൽ നല്ല അധ്വാനമുള്ള പണിയെടുക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. എന്നാ പിന്നെ അധ്വാനമുള്ള പണിയെടുക്ക്. അതിന് ആരോഗ്യം വേണ്ടേച്ചോ. ചുരുക്കി പറഞ്ഞ പണിയെടുക്കുന്നത് കണ്ടന് ഇഷ്ടല്ല. ഫാദർ കണ്ടെന്ന് പറയുമ്പോ എനിക്ക് കണ്ടം പൂച്ച ഓർമ്മ വരുന്നത്. വലിയ പഠിപ്പുകാരി. 10ാം ക്ലാസ്സിലായപ്പോ തന്നെ അവൾ അച്ഛനെ പൂച്ചയേക്കാൻ തുടങ്ങി. വെറും പൂച്ചയല്ല, പണിയെടുക്കാത്ത കള്ളം പൂച്ച. ട്യൂഷൻ എടുക്കാൻ പോയവൻ അന്തരമാർക്ക് ഓടി വരി. നീ വല്ല ചാകരയും വന്ന? അച്ചോ വന്നച്ചോ. ഞാൻ പറഞ്ഞില്ലേ ചോ, ചാകരയാണ്. പത്രത്തിൽ വന്നച്ചോ. പത്രത്തിൽ ചാകര. അന്ന് താമരയുടെ ഇന്റർവ്യൂ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതേ പത്രത്തിലുണ്ട്. നോക്ക്. കടലിൽ ഒരു ചെന്താമര. നേരാണല്ല. എടാ മോഹന, നിനക്കും കൂടെ ഇവക്കടെ അടുത്ത് കയറി നിൽക്കാൻ പാടില്ലായിരുന്ന? അതിന് കടലിൽ മീൻ പിടിക്കുന്ന പെണ്ണ് ഞാനാണ്, അവളല്ലേ? മിടുക്കിയ ഇവളെ പോലെ ഇവള് മാത്രമേ കാണൂ. കടലിനോടും ജീവിതത്തോടും പൊരുതി ജീവിക്കുന്ന ഈ പെൺകുട്ടി സ്ത്രീ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ് എന്നാ ഇതിലെഴുതിയിരിക്കണേ. ഇവളെ നമുക്കൊന്ന് ആദരിക്കണം, ഇതൊരു ആഘോഷാക്കി മാറ്റണം. ഓ, അച്ഛനോടൊപ്പം കടലിറങ്ങി വളർന്ന ചെന്താമര അച്ഛന്റെ മരണശേഷം അദ്ദേഹം പഠിപ്പിച്ച് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു.
സുഹൃത്തുക്കളുടെയും സ്നേഹസമ്പന്നരായ അയൽവാസികളുടെയും പിൻബലത്തിൽ കടലിന്റെ മകളായി തന്നെ അവൾ വളരുകയായിരുന്നു. ഓ, നാടക മത്സര തൊഴിലാളി എത്തി. അപ്പൊ ഇനി 17-ാം തീയതി തൃപ്പൂണിത്തുറയിൽ. ഓ, ഞാൻ സ്പോട്ടിലെത്തിയേക്കാം. ചേച്ചി. അപ്പച്ച, ഓ, ഉണക്കച്ചെമ്മീൻ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. റൊക്കം കാശ് തരണം. അന്നത്തെ പോലെ കടം പറയരുത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേട്ടാ. അതൊക്കെ തന്നേക്കാം. അത് തന്നാ മതി. താമരയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ, കലക്കിയിലടാ. നമ്മുടെ എല്ലാവരുടെയും പേരുണ്ട്. നാടക നടനായ ആലപ്പി അപ്പച്ചന് പ്രത്യേകം എഴുതി. സത്യം. എന്റെ മോൻ ശാരംഗന്റെ പേര് പത്രത്തിൽ വരണ്ടായിരുന്നു. എന്താ? അവൻ അഹങ്കാരം കൂടും. അച്ഛന് 10 രൂപ തരാത്തവന്റെ പേര് പത്രത്തിൽ വന്നിട്ടെന്താ? രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. ഇന്ന് എത്രണ്ണം കീറി? 2 2. 3. 4. ആ, അങ്ങനെ സത്യം പറ. എന്നിട്ട് താമര എവിടെ? അവള് കടലിൽ പോയിരിക്കുക. ഇന്ന് വള്ളം എടുക്കുമ്പോ അവൾക്കൊരു ഗംഭീര സ്വീകരണം ഏർപ്പാടാക്കിയിരിക്കാം മൈക്കിളച്ചൻ. ആഹാ. ആ, ക്ലബിൽ പറഞ്ഞില്ലേ? മാല ഇട്ട് കഴിഞ്ഞാൽ ബാൻഡ് മേളം തുടങ്ങണം. ബാൻഡ് മേളക്കാരുടെ ശ്രദ്ധയ്ക്ക്, മാലയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാൻഡ് മേളം തുടങ്ങേണ്ടതാണ്. ഇതെന്താണ് താമര എല്ലാരും കൂടി ചന്തക്കടവത്ത്? ഇതെന്താണ് മൈക്കിളച്ച വിരോണിയമ്മനെ കല്യാണം കഴിച്ച? ഇതെന്താണെച്ചോ എല്ലാരും കൂടെ ഒന്നും മനസ്സിലാവണില്ലല്ലോ. നീ ഇപ്പൊ ഈ നാടിന്റെ അഭിമാനല്ലേ? ഈ കടപ്പുറത്തെ ലോകം മുഴുവൻ അറിയിച്ച അധ്വാനശീലിയായ പെൺകുട്ടി. ഇത് കണ്ട? ഇതേ പിടിച്ച് പലക്കനാട്ടനട്ടാ. കടലിന്ന് പണി കഴിഞ്ഞ് വരണ നിന്നെ ചൂടോടെ സ്വീകരിക്കാനായിട്ട് മൈക്കിളച്ചൻ ഏർപ്പാടാക്കിയ സ്വീകരണമാണിതല്ല. നിന്റെ മഹത്വം തിരിച്ചറിയാൻ അവസാനം പത്രക്കാര് വാർത്ത കൊടുക്കേണ്ടി വന്നു. എല്ലാരും പണിയെടുക്കണ പോലെ ഞാനും പണിയെടുക്കണം. അതില് വലിയ മഹത്വമൊന്നുമില്ല. ചുമ്മാ സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ നാണം കെടുത്താൻ എനിക്ക് ചമ്മല. അച്ഛൻ ഇവരൊക്കെ വിളിച്ചോണ്ടൊന്ന് പോയെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിന്റെ വില നിനക്കറിയില്ല. ഈ രാജ്യത്ത് കടലിൽ പോയി മീൻ പിടിക്കണ ഏക പെണ്ണ് നീയാണ്. കൂടെ നടക്കണ ഞങ്ങ പോലും അതിപ്പോഴല്ലേ അറിഞ്ഞത്. അത് ശരിയാ. എന്നെ സ്വീകരിക്കാതെ ഞങ്ങ വിടൂല. അച്ഛോ, ആ മാല എടുത്ത അവിടെ കഴുത്തലൊക്കെ ഇട്ടൂടെ. ഇനി എന്താണ് നാടകമുള്ളത്? അടുത്ത ആഴ്ച. ഇപ്പൊ പഴയ പോലെ കളിയൊന്നുമില്ല. അതൊക്കെ KPC-യിലായിരുന്നപ്പം ഡെയിലി 2 കളിയായിരുന്നു. ഇപ്പൊ കലയേക്കാ ഭേദം കടൽ തന്നെയാണ്. ഇന്നലെ വലിയ കോളൊന്നും ഉണ്ടായില്ല. ഒരു പങ്ക് 300 രൂപ കിട്ടിയുള്ളൂ. ആ ദേടി നിന്നെ യാത്രയൊക്കെ വന്നിപ്പുണ്ട് കേട്ടോ. നോക്കണ്ട. സത്യം പറഞ്ഞ വേറെ ശല്യൊന്നും ഇല്ലട്ടാ. കമാന്നൊരു അക്ഷരം മിണ്ടൂല. പോണ വഴിയെ പോസ്റ്റ് പോലെ നിന്നോളൂ. എന്നാ പിന്നെ നിനക്ക് അവനൊരു ജീവിതം കൊടുത്തൂടെ? അതിന് കൊടുക്കാൻ എന്റെ ജീവിതം വേണ്ടേ അപ്പച്ചാ? യു ആർ റിക്വസ്റ്റഡ് ടു ക്ലിയർ യുവർ അരിയേഴ്സ് വിതിൻ 7 days. ലോൺ എടുത്ത് മുടക്കം വരുത്തിയിരിക്കുന്ന പൈസ 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടക്കണമെന്നാണ്. അടച്ചില്ലെങ്കിൽ ഒന്നുമില്ല, അവർ ജയിലിൽ അടച്ചോളൂ. ആ, മാഷിൽ നിന്ന് കുട്ടികളുടെ ഭാവി നശിപ്പിക്കലില്ലേ? ഓ, സ്കൂളിലെ പടി പോലും കാണാത്തവള് ഇതല്ല, ഇതിനപ്പുറം പറയും. നീ അവളെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മഴക്കാലത്ത് ഇവിടെ കടൽ കയറുമ്പോ നമ്മളെല്ലാം സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കില്ലേ? അപ്പൊ ഇവിടെ 8ാം ക്ലാസ് ഇരുന്നിട്ടുണ്ടാ, 9ാം ക്ലാസ് കഞ്ഞിയും വെച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് പാവരിച്ച് കിടന്നിട്ടുണ്ട് അല്ലേടി? അത് കറക്റ്റ്. ഓ, മാഷിന് സന്തോഷായി. കടലിൽ പോണ പെണ്ണെ എഴുതാനും വായിക്കാനും മീനിന്റെ കണക്ക് കൂട്ടാനും മാത്രം പഠിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞേക്കണേ. ഇനി ബാക്കി വല്ലതും പഠിക്കണമെങ്കിൽ മാഷ് പഠിപ്പിച്ചതാ. പിള്ളേര് തരണ പോലെ ഫീസ് ഞാനും തരാം. ഫീസിന് വേണ്ടിയൊന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ കടപ്പുറത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. മാഷാവാൻ പറ്റാത്തതിന്റെ വിഷമം നീ കടപ്പുറത്തെ കുട്ടികളോട് തീർക്കണം. സിനിമാടനാവാൻ പറ്റാത്തതിന്റെ വിഷമം ഞാൻ നാടകം കളിച്ച് തീർക്കണം. ഒന്നോർത്താൽ എല്ലാവരുടെയും ജീവിതം ഇതുപോലുള്ള വിഷമം തീർക്കലില്ലേ മോന? ഇതേത് നാടകത്തിലാണല്ലോ. നാടകത്തിലല്ല, ഇത് കുടുംബം ഒരു പ്രതിസന്ധി അല്ലെന്ന്. ഡയലോഗ് അടിച്ചു.
കണ്ണാ നമ്മുടെ ശാരംഗ എവിടെ? അവനെ വള്ളത്തിനടുത്തിരുന്ന് ചീട്ട് കളിക്കാണ്, വിളിച്ചിട്ട് പറഞ്ഞില്ല. ആഹാ, എന്നാ ഞാൻ പോയി വിളിക്കാം. ചൊല്ല്. പിടിച്ചാ ഇപ്പൊ ചെയ്യാം. ഇതിപ്പോ തീരണ കോളില്ലല്ലോ. സാരംഗൻ ചേട്ടാ തെര പദം വെച്ച് നിക്കണേണ്. വേഗം വാ, വള്ളം ഇറക്കാറായി. നിങ്ങൾ പോയിക്കോ, ഞാനിന്ന് ലീവാ. ലീവ് എടുക്കാൻ കടൽ എന്താണ് സർക്കാർ ആഫീസാ? മര്യാദക്ക് വന്നില്ലെങ്കിൽ കളി ഞാൻ അലമ്പാക്കുവേ. കളിക്കുന്നോര് കളിക്കട്ടെ, നീ നിന്റെ പാട്ടിന് ബോഡി വേണേ. വെള്ളത്തിൽ ചാടി വല വളയ്ക്കാനുള്ള ചാട്ടക്കുട്ടിയിരുന്ന് ചീട്ട് കളിച്ചാലെങ്ങനാ? എന്റെ താമര, നീ ഒന്ന് പോയേ. ഇവിടെ ക്ലാവർ 8 വലിച്ച്. ഈ സ്പീഡ് 4 ആരും തള്ളരുത്, ലൈഫ് ആകും. കൈ കണ്ട് കളി പറയരുത്, കാശ് വെച്ചുള്ള കളിയാണ് നിനക്ക്. മിഡിൽ സ്കൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോ. നീ എന്താണ് ഈ കാണിച്ചത്? ഞാൻ അടിക്കേണ്ട കളിയായിരുന്നു പഴച്ചവളെ. എനിക്ക് 150 രൂപ കിട്ടേണ്ട കളിയാ ഇവിടെ നശിപ്പിച്ചത്. 150 രൂപ കിട്ടിയ തന്റെ പ്രശ്നം തീരുവല്ല. ഓ, ആ കാശ് ഇപ്പൊ തന്റെ കണക്ക് തീർന്ന? ഓ തീർന്ന്. ഇനി എന്നെ തള്ളിയിട്ട് എന്നെ ചീത്ത വിളിച്ച് എന്നെ കണക്ക് തീർക്കണ്ടേ? ഇപ്പൊ ആ കണക്കും തീർന്നു. കളിക്കാൻ കൂടെ കൂടി വെച്ച് ഫ്രണ്ട്സ് വിലക്കാരോട് കളിച്ചാണ്ടല്ലോ പന്നി പാഞ്ഞിക്കോട്ടാ. കുറച്ച് ആണുങ്ങൾ കൂടെ ഉണ്ടെന്ന് കരുതി അധികം നെകളിക്കരുത്. ചുമ്മാതല്ലടി നിനക്ക് ആരും പോലും ഇല്ലാണ്ടായി പോയത്. നിന്റെ ജന്മഗുണം കൊണ്ട് തന്നെയാ തന്തയും തള്ളയും ചത്ത് മണ്ണടിഞ്ഞത്. പത്രത്തിൽ പടം വന്നുകൊണ്ടൊന്നും നീ വലിയ ആളായില്ലടി. ആരൊക്കെ പൊക്കിക്കൊണ്ട് നടന്നാലും നീ വെറും അനാഥ പെണ്ണ് തന്നെയാ, അനാഥ പെണ്ണ്. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് പോകുന്നോണ്ട് ഞങ്ങളും ഇന്ന് കടലിൽ പോയില്ല. വല്ലവനും വല്ലത് പറഞ്ഞു കരുതി നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോ അച്ഛനും അമ്മയും അടുത്തുള്ള പോലെ തോന്നും. നല്ല പെടക്കണ മീൻ പോലെ ജീവിക്കണോളാ നീ. നിനക്ക് ഈ സങ്കടമൊന്നും ചേരില്ലട്ടാ. അങ്ങനെ സങ്കടപ്പെടാനാണെങ്കിൽ ഞാൻ എന്തോരം സങ്കടപ്പെടണം. ഫുൾ ടൈം വെള്ളം ഒടിച്ച് മണ്ണിൽ കിടന്ന് മണ്ടുമാന്തിന്ന് പേര് കിട്ടിയ ഒരു അച്ഛൻ, ഒരു തരകന്റെ ഒപ്പം ഒളിച്ചോടി പോയി പിഴയെന്ന് പേര് കളിപ്പിച്ചിട്ട് അമ്മ, ഇനി അമ്മനെ പോലെ പിഴച്ചു പോകുന്നിടത്ത് നാട്ടുകാരെ നോക്കിയിരിക്കണം ഒരു പെങ്ങള്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഹാപ്പിയല്ലേ? ആരുടെ മുന്നിലും തളരാത്ത ചെന്താമര ഞങ്ങൾക്കിഷ്ടം. ഒന്നുമില്ലെങ്കിൽ നീ ഞങ്ങയും അല്ലമാരോടൊപ്പം പുറങ്കടലിൽ നിന്ന് കൊമ്പനെ വരെ പിടിച്ചിട്ടുള്ള പെണ്ണല്ലേ. എന്നിട്ടാണ് വീരോണമായി പറഞ്ഞ പോലെ ആ സുഗുന് ഡയഗോലിന്റെ മുന്നിൽ തളർന്നു പോയത്. നിനക്ക് ഞങ്ങൾ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ ഉള്ളൊരു ചെറുക്കൻ. അപ്പൊ നിനക്ക് എല്ലാവരും ആയല്ല. ചെറുക്കൻ നല്ലത് തന്നെയായിരിക്കും, പക്ഷെ അച്ഛനും അനിയത്തി ഉണ്ടാവുള്ളൂ, അമ്മ ഉണ്ടാവൂല. അതെന്താ? എന്റെ അമ്മ തരകന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? പിടിക്കാണ്. ചെയ്ത് ഇനി ഇവിടെ നിൽക്കണ ബുദ്ധിയല്ലാട്ടാ. കണ്ടവനും കൊണ്ടുവന്നവനൊക്കെ തൂങ്ങേണ്ടി വരും. കൊണ്ടുവന്നവരാരെങ്കിലും ഇവിടെ നിക്കണോന്നല്ലേ നേഴ്സ് പറഞ്ഞത്? എന്നാ പിന്നെ താമര കിട്ടും, നമുക്ക് പോവാം. ആ നമ്മ വേണേണ്ട. ഈ കളവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, വരത്തനാന്ന് തോന്നല്ലേ? ഈ പണ്ടാരൊക്കെ ചാകാൻ വേണ്ടി എന്തിനാണ് നമ്മുടെ ഉറലേക്ക് വന്നത്? ദരിദ്രവാസിയാ, കണ്ടില്ലേ കഴുത്തിൽ ചരട് പോലും ഇല്ല. അതിന്റെ ഇടയിൽ നീ അതും തപ്പിയാ? പിന്നല്ലാണ്ട് പണിക്കാശനൊപ്പിച്ചിട്ടാ. കണ്ടാ ഒരു സ്വർണ്ണമോതിരം പുള്ളിക്കാരന്റെ വിരലേക്ക് ഇടുന്നാണ്. ഭയങ്കര അല്ലേലും പുറംകടലിൽ ശവത്തിന്റെ അരഞ്ഞാണം വരെ തപ്പണ പാർട്ടിയല്ലേ നീ. എങ്ങനെയുണ്ട് സിസ്റ്ററെ? ബോധം തെളിഞ്ഞിട്ടുണ്ട്, പക്ഷെ എത്ര ചോദിച്ചാലും പേര് വെട്ടോസ് ഒന്നും പറയണില്ല. ചാട്ടിൽ എന്തെങ്കിലും എഴുതാതെ എങ്ങനാ? തൽക്കാലം എന്തെങ്കിലും പേരെഴുതി സിസ്റ്ററെ. എന്നാ കൊച്ചനെ ഒരു പേര് പറ. അത് ശങ്കരൻ എഴുതിക്കോ. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം.
ആ പിന്നെ കാരണവർക്ക് മാറാൻ ഡ്രസ്സ് എന്തെങ്കിലും കൊണ്ടുവരണം. ആ ഞങ്ങളെപ്പോഴും ഇവർ അറിഞ്ഞത്. ആരാ കക്ഷി? ആരാ എന്താന്ന് ഒന്നും അറിഞ്ഞൂടാ. ആളെങ്ങനെയുണ്ട്? പിടക്കണ്ട, അതാ ഐസിട്ടാ. ബോധം തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചാ? നേഴ്സ് ചോദിച്ചിട്ട് ഒന്നും പറയണില്ലെന്ന്. 2 എണ്ണം പൊട്ടിച്ച തത്ത പറഞ്ഞ പോലെ എല്ലാം പറയൂ. ഇതെന്താ കളവ് കേസാ? പറയാൻ പറ്റൂല. കസ്റ്റംസുകാരെ പേടിച്ച് ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ട് കടലിൽ ചാടിയാണെങ്കിലാ. ആയിരിക്കോടാ. കണ്ടിട്ടൊരു പാവം കാരണവരാ. ഓ അച്ഛന്റെ പ്രായമുള്ളവർ കണ്ട ഇവക്ക് സഹതാപമാണ്. ചാർട്ടിൽ എന്തെങ്കിലും പേരെഴുതണമെന്ന് പറഞ്ഞപ്പോ അറിയാതെയാണെങ്കിൽ അച്ഛന്റെ പേരാണ് നാവി വന്നത്. എന്നാ പണി കിട്ടിയ തന്നെ. അച്ഛൻ അടിഞ്ഞ അതേ തീരത്താണിതും. എടി വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലേ വെക്കല്ലേ, വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരാളുടെ ജീവരക്ഷ പിന്നെ കൊണ്ട് കളയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ കടലിൽ കിടന്ന് ചാവട്ടെ എന്ന് കരുതിയാ പോലെ. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനം വരെ കൂടെ നിൽക്കണം. അങ്ങേരുടെ അവസാനം വരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിന്ന് വൈകിട്ട് നാടകമുള്ള. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. നീ പറ, ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മരുന്നും ഡ്രസ്സും വാങ്ങണം. അത്രല്ലേ ഉള്ളൂ, വാ. അല്ല ഇവിടത്തോളം വന്ന സ്ഥിതിക്ക് കാരണവരുടെ ബോഡി ഒന്ന് കണ്ടേ. എന്റെ ശാരംഗ ശവത്തിനാണ് ബോഡി എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ ജിംനേഷ്യത്തിൽ പോണവന്മാരൊക്കെ ശവങ്ങളാണ്. മാഷ് എനിക്ക് ട്യൂഷൻ എടുക്കല്ലേ. ആ വെള്ളം പോട്ടെ, വെള്ളം പോട്ടെ. എന്തായി ആലോചിക്കണേ? എന്താ ഇത്ര ആലോചിക്കണേന്ന്? എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയേ? ഓ അപ്പൊ ചാകാൻ കണക്കാക്കി തന്നെ ഇറങ്ങിയതാണല്ലേ? ഈശ്വരൻ തന്നേക്കണ ജീവൻ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ തെറ്റല്ലേ? ഈശ്വരൻ തന്ന ജീവിതം തന്നെ ഇല്ലാണ്ടായാ പിന്നെ നമ്മളെ കൊണ്ട് ആർക്കും ആവശ്യമില്ലാന്ന് തോന്നിയാ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആർക്കാണ് ആവശ്യമില്ലാന്ന് തോന്നിയത്? ഭാര്യക്കോ മക്കൾക്കോ? എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, മരണം. കടൽ ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ആർക്കും ബാധ്യതയാവാതെ ഞാൻ പൊക്കോളാം. ഈ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ മരിച്ചോളാം. ഇല്ല, ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല. ഞാനും ആരും ഇല്ലാത്തോളാം. ആരും ഇല്ലാണ്ടാവുമ്പോ ആർക്കായാലും സങ്കടം ഉണ്ടാവും. അങ്ങനെ സങ്കടപ്പെടുമ്പോ ദയവായിട്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരും. അതുകൊണ്ടല്ലേ അച്ഛനെ പോലെ ഒരാളെ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഇനി ഇവിടുന്ന് എങ്ങും പോണ്ട. ആരും ഇല്ലാത്ത എനിക്ക് ആരും ഇല്ലാത്തൊരു അച്ഛൻ കൂട്ട്. ഇനി മരിക്കണോന്നുള്ള വിചാരമൊക്കെ കളഞ്ഞ് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഇന്ന് കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേക്കണത്. ഞാൻ പോയി ഉണ്ടാക്കട്ടെ. പിന്നെ ദേഷ്യപ്പെടരുത്. ആ പേരെങ്കിലും ഒന്ന് പറയാവോ? കുമാരപ്പണിക്കർ, KP എന്ന് വിളിക്കും. KP എങ്ങനെയാ? മീൻ കൂട്ടുവോ? അങ്ങനെ വേണം. അല്ലാതെ അപ്പുറത്തെ സരസ്വതീച്ചെ പോലെ ആവരുത്. എന്നാണ് ആ പേര്? അല്ല, ഔക്കാദർ കുട്ടി. സോറി കേട്ടാ, ആള് മാറിപ്പോയി. ചിരിക്കാതെ കാര്യം പറ ജോസഫേ. എന്റെ തലയുടെ പുറകില് വട്ടത്തിലൊരു മഞ്ഞ വെളിച്ചച്ഛൻ കാണുന്നുണ്ടാ? ഉണ്ടല്ലോ. ആ, ഇന്നലെ സന്ധ്യക്ക് കടപ്പുറത്തോടെ നടന്നപ്പോ തൊട്ട് എന്റെ പുറകെ കൂടിയതാണ്. ബാധയാണ് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണില്ല അച്ഛാ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാനിപ്പോ ശരിയാക്കി തരാം കേട്ടാ. ജോസഫ് ഒന്ന് കണ്ണടച്ചേ. ദൂരെ പോ സാത്താനെ എന്ന് കൽപ്പിച്ച കരുണാമയനായ കർത്താവേ, ഇവനിൽ വസിച്ചിരിക്കുന്ന പൈശാചികമായ ബാധകൾ ഒഴിഞ്ഞു പോകണമേ. ദൂരെ പോ സാത്താനെ. സുഖണ്ട? ഇപ്പൊ നല്ല സുഖണ്ടോ? ആ, ഇനി ഒരാത്മാവും ജോസഫിന്റെ 7 അയലത്ത് വരില്ല. ഏത് ശവപ്പറമ്പിൽ കൂടിയും ജോസഫിന് ധൈര്യമായിട്ട് നടക്കാം. സന്തോഷം അയച്ചോ? സന്തോഷം കൊണ്ട് വല്ലാത്ത ചിരി വേണ്ട കേട്ടോ. ഇല്ലച്ചോ. എന്താടോ ഇങ്ങനെ ചിരിക്കണേ? അവിടെ ഒഴിപ്പിച്ച ബാധ ഇവിടെ കേറിയോ? എന്നാലും ഈ ബാധ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉണ്ടല്ലേ അച്ചോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനുണ്ട്, ഇല്ലാത്തവനില്ല. ഇതവന്റെ സ്ഥിരം പ്രശ്ന. ഇടയ്ക്കിടയ്ക്ക് തോന്നും ബാധ കയറിയെന്ന്. ഒഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാ പിന്നെ കുറെ നാളത്തേക്ക് പ്രശ്നമില്ല. സൈക്യാട്രിയിൽ ഇതിന് അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എന്തപ്പോ ഇയാളെയും കൊണ്ട്? കുറച്ചു ദിവസമായിട്ട് രാത്രിയിൽ ഇവന് പനിയും ജലദോഷവും ഒക്കെയാ. ആഹാ, ഇത് സാരല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്നാലും നമ്മുടെ താമര ചെയ്ത് വലിയ കാര്യമായിപ്പോയി. സഹജീവികളോട് കരുണയുണ്ടാവുക, അനാഥരെ സഹായിക്കുക. അവൾ ഈ നാട്ടുകാർക്കൊക്കെ ഒരു മാതൃകയാ. അത് ശരിയാ.
ദേ കയ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് തുപ്പി കളയരുത്. കളയോ? ഇല്ല. ആ മിടുക്കൻ. ആ എവിടെ പോവാണ് രണ്ടാളും കൂടെ? ഈ സാധനത്തിനെ കളയാൻ കൊണ്ടുപോവാണ്. എന്നെ സിനിമാക്ക് കൊണ്ടുപോണേണ്. ആ താമരെ നിന്നെ ഇനി വീട് വരെ വരണ്ടല്ല, ചിട്ടിക്കാശി തന്നേരെ. ഈ മാസത്തെ നറുക്കെങ്കിലും എനിക്ക് അടിക്കോ ഭാസ്കരേട്ടാ? ഈ പ്രാവശ്യം താമരക്ക. അതിരിക്കട്ടെ, ഒരു കാർന്നൊരു ദത്തെടുത്ത് പറഞ്ഞാടല്ലോ. ദത്തെടുത്തൊന്നുമല്ല, കളഞ്ഞു കിട്ടിയതാ. ഉടമസ്ഥരാരേലും വന്ന് അന്വേഷിച്ചാ ചിലപ്പോ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ആർക്കാ വേണ്ടത്? താമരെ നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. അവിടെ അവിടെ ആള് കൂടി ഉണ്ട്. കാരണവരുടെ കാര്യം പോക്ക. ഇന്ന് ഇതിനൊരു സമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടാ ഒന്ന് അടങ്ങ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിക്കാം. എന്താലോചിക്കാൻ? അതല്ലെന്നേ മോനമാഷ് പറഞ്ഞതിന് ന്യായം ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. തോന്നിവാസം കാണിച്ചിട്ട് എന്താ കേപ്പിക്ക് എന്താ പറ്റിയേ? പറ്റിയത് കേപ്പിക്കല്ല, ഇവർക്കാ. ഇവർ ഉണക്കാനിട്ടിരുന്ന വലയെടുത്താ കേപ്പിതാ കുന്ത്രാണ്ടം കെട്ടിയിരിക്കണേ. ഈശ്വരാ, മാനസമൈനേ വരൂ. ഒന്ന് താഴെ ഇറങ്ങിയപ്പോ ഇത് പൊട്ടിയെന്ന് അടിപൊളി. എന്ത് പണിയാണ് ഈ കാണിച്ചേ? ഇവർക്ക് മീൻ പിടിക്കാനുള്ള വലമുറിച്ചിട്ടാണ് കളിക്കണത്. ആർക്കും വേണ്ട, തറയെ കിടന്ന പഴയ സാധനമാ മോളെ. വേണ്ടാത്തൊന്നുമല്ല, ഉണക്കാനിട്ടിരിക്കുന്നതാ. അതെനിക്കറിയോ. എത്ര രൂപയുടെ സാധനം നശിപ്പിച്ചെന്നറിയോ? താൻ പറയുന്നത് കേട്ടാ തോന്നി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഇതിന് അവകാശികളുണ്ടോ എന്ന് 2 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോഴാരെയും കണ്ടില്ലല്ലോ. ഞങ്ങളുടെ ബലം നശിപ്പിച്ചിട്ട് കിടന്ന് ന്യായം പറയണ. കിളവനായതുകൊണ്ടാണ് കൈവയ്ക്കാത്തത്. ആരാടാ കിളവൻ? ആരാടാ നിന്റെ കിളവൻ? എവിടെ നിന്ന് കിട്ടിയത് ഇതിന്? ഞങ്ങളുടെ ഒരാഴ്ചത്തെ പണിയും കളഞ്ഞിട്ട് ചണകൊട പറയുന്നു. തീരെ മര്യാദയില്ലാത്ത കൂട്ടരാ മോളെ ഇത്. വള്ളവും വലയും പരിചയമില്ലാത്തൊരു കിളവൻ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ വില അത്രല്ലേ ഉള്ളൂ. ദയാദി മോതിര. എന്റെ മോതിരം എവിടെ? എന്റെ മോതിരം എവിടെയെന്ന്? കടലിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. മോതിരം എവിടെ പോയി? നിങ്ങ വിഷമിക്കണ്ട. എത്ര ചെലവ് വന്നാലും വലയുടെ കേടുപാടുകൾ ഞാൻ തീർത്തന്നോളാം. നിന്റെ കേസായതുകൊണ്ട് ഞങ്ങൾ വിടുക. വാടോ വാടാ. ഈ കാരണവരെ കിട്ടിയെടുത്ത് തന്നെ കൊണ്ട് കളയണമെന്നല്ല കേട്ടാ. ഇന്ന് വലമുറിച്ച സ്ഥിതിക്ക് നാളാരെങ്കിലും തലമുറിക്കൂലെന്ന് എന്താ ഉറപ്പ്? ഈ പാർട്ടി അതായിട്ടെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. തുറന്നൊന്നും പറയുന്നില്ല. വഴിയുണ്ട്. നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കാരണവരുടെ യഥാർത്ഥ കഥ നമ്മ അറിഞ്ഞിരിക്കും. മോന, ഈ കള്ളിനുള്ള ഗുണം എന്താണെന്നറിയോ നിനക്ക്? ഒരു ശകല അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യങ്ങളൊന്നും അകത്തിരിക്കില്ല, എല്ലാം പുറത്തു വരും. ആ എന്ന് പ്രതീക്ഷിക്കാം. ഏടാ നീ നോക്കൂ, ആ കാർന്നോരെ കൊണ്ട് എല്ലാ കഥയും ഞാൻ പറയിപ്പിച്ചില്ലെങ്കിൽ ആലപ്പി അപ്പച്ചൻ എന്നുള്ള എന്റെ പേര് നിങ്ങൾ മാറ്റിക്കോ. അങ്ങനെ ആ പേര് മാറ്റി ഇനി നല്ല പേരിടണ്ട. അതൊക്കെ വിട്, നമുക്കൊരു ആഘോഷം അടിച്ചു പൊളിച്ചാണ് ചെല്ലാന്ന്. ഇല്ലിമുളം കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. ആ സാധനം നീക്കി പോയി. ഇത് ഗ്ലാസ് അവിടെ വെക്കി. ഞാൻ കറി എടുത്തേ. നല്ല അന്തിക്കള്ള ഒരെണ്ണം അടിക്കല്ലേ? എന്താ പേര് പറഞ്ഞേ? അപ്പച്ചൻ. സ്വന്തം മോമരെ പേരല്ലേ വിളിക്കുന്നത് അപ്പച്ചാന്ന്. അപ്പച്ച, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അയ്യോ, ഞങ്ങള് കേപ്പിയുടെ ഒരു സന്തോഷത്തിന് കള്ളു കുടിച്ച സന്തോഷം വരുമെന്ന് ആരാ പറഞ്ഞേ? വെറുതെ വയറ് വീർപ്പിക്കാന്നല്ലാണ്ട്. ബ്രാൻഡ് കിട്ടുമോ? അപ്പൊ കഴിക്കല്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാണ്. സർക്കാരിന് നികുതി കിട്ടുന്ന കാര്യമല്ലേ? പൗരബോധം കൊണ്ട് വല്ലപ്പോഴും. പൗരബോധം കൂടി കൂടി എന്റെ അച്ഛന്റെ ബോധം ഫുൾ ടൈം പോയി കിടക്കാണ്. ബ്രാൻഡി അടുത്തവണയാട്ടെ. തൽക്കാലം കേപ്പി ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ശുദ്ധമായ തെങ്ങിൻകള്ള ഒരളവിൽ അകത്ത് എഴുതുന്നത് ശരീരത്തിന് നല്ലതാണ്. വളരെ നല്ലതാ. ചെല്ലോട്ടെ ചെല്ലോട്ടെ. ഇയാള് കഴിക്കില്ല. പെണ്ണുങ്ങളുടെ എണ്ണം കഴിക്കില്ല. ഓ, മദ്യപിക്കാത്ത പെണ്ണത്തോടെ ഞാനങ്ങ് സഹിച്ചു. ഈ കടപ്പുറത്ത് സൽസ്വഭാവിയായ ഒരു ആൺകുട്ടിയുള്ളത് മോഹനം മാഷ. അങ്ങനൊന്നുമില്ല, വലയില് വീണ എല്ലാ സബ്ജക്റ്റും എടുക്കും. ഇപ്പൊ 2 ദിവസമായിട്ട് എടുക്കണ അയലേ മത്തിയാണ്. മാഷ് എന്നൊക്കെ ഒരു കളിയാക്കി വിളിക്കുന്ന. പണ്ട് TTCക്ക് ചേരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് Be friends with fools so that you can call yourself a genius. Take it. Yes, yes.